ക്ഷീരകർഷകർക്ക് പാലിന് നൽകുന്ന ഇൻസെന്റീവ് വകമാറ്റി ചെലവ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കർഷക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും തുടർ ധർണയും നടത്തി. മേലാർകോട് പഞ്ചായത്ത് 2024-25 സാമ്പത്തിക വർഷത്തിൽ 7.5 ലക്ഷം രൂപയാണ് പദ്ധതിക്കായി വകയിരുത്തിയത്. പദ്ധതിക്ക് DPC അംഗീകാരവും ലഭിച്ചിരുന്നു. എന്നാൽ 2025 മാർച്ച് 30-നകം ഗുണഭോക്താക്കൾക്ക് തുക അനുവദിക്കാത്തതിനാൽ പഞ്ചായത്ത് പരിധിയിലെ ക്ഷീരകർഷകർക്ക് അർഹതപ്പെട്ട 7.5 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു. മേലാർകോട് പഞ്ചായത്തിലെ 5 ക്ഷീരസംഘങ്ങളിൽ ഓരോ ക്ഷീരകർഷകനും അളക്കുന്ന ഓരോ ലിറ്റർ പാലിനും 3 രൂപ ഇൻസെന്റീവ് നൽകുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മേലാർകോട് പഞ്ചായത്ത് നിവാസികളായ ഗുണഭോക്താക്കൾക്ക് ഏത് ക്ഷീരസംഘത്തിലേക്ക് പാൽ അളന്നാലും പദ്ധതി വിഹിതത്തിന് അർഹതയുണ്ട്. ക്ഷീരസംഘത്തിന്റെ ശുപാർശ പ്രകാരം ക്ഷീരവികസന ഓഫീസർ നൽകുന്ന ലിസ്റ്റിലെ ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നത്. നെന്മാറ ക്ഷീരവികസന ഓഫീസിന് കീഴിലെ സമീപ പഞ്ചായത്തുകളിലെല്ലാം സാമ്പത്തിക സഹായം വിതരണം ചെയ്തിട്ടും മേലാർകോട് പഞ്ചായത്തിൽ സാമ്പത്തിക സഹായം നൽകാത്തത് പദ്ധതി വിഹിതത്തിന് അനുവദിച്ച തുക വകമാറ്റി ചെലവഴിച്ചുവെന്ന് ആരോപിച്ചാണ് പ്രതിഷേധവും ധർണയും നടത്തിയത്. ജില്ലാ പഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുമാണ് പദ്ധതികൾക്ക് തുക വകയിരുത്തുന്നത്. തുക പൂർണ്ണമായും ചിലവഴിക്കുന്നതുവരെ മാത്രമാണ് ഗുണഭോക്താക്കൾക്ക് ആനുകൂല്യം ലഭിക്കുന്നതെന്നും സമരക്കാർ പറഞ്ഞു. പ്രതിഷേധ പ്രകടനത്തിന് ശേഷം മേലാർകോട് പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടത്തിയ ക്ഷീര കർഷകരുടെ ധർണ കർഷക കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് C. മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥത്തിൽ കർഷകന് നമ്മുടെ പ്ലാൻ ഫണ്ടിന് എത്ര രൂപ ചെലവഴിക്കണം, എത്ര ശതമാനം ചെലവഴിക്കുന്ന വ്യക്തമായ രേഖകളുണ്ട്. അത് മുഴുവൻ കർഷകർക്ക് ചെലവഴിക്കാനുള്ള ഊർജം, അതിനുള്ള ശക്തി ഈ ഭരണസമിതിക്കില്ലാതെ പോയി. അത് മാറ്റിയെടുത്ത് കർഷകരെ സ്നേഹിക്കുന്ന, കർഷകരെ സഹായിക്കുന്ന, ഈ നാടിന് വേണ്ടി നാടിനെ തീറ്റിപ്പറ്റുന്ന കർഷകരെ സഹായിക്കാൻ ഈ ഭരണസമിതി തയ്യാറാവണം. നമ്മൾ എന്തൊക്കെ ചെയ്താലും ആകാശത്ത് നമുക്കൊന്നും കിട്ടില്ല, വായുവിൽ നിന്നൊന്നും കിട്ടില്ല. ഇവിടെ കർഷകർ അധ്വാനിച്ച ധാന്യങ്ങളും പാലും ഒക്കെ ഉത്പാദിപ്പിക്കാൻ കഴിയും. അവരെ സഹായിക്കാനുള്ള സന്മനസ്സുള്ള ഒരു ഭരണമായിരിക്കണം ഇനിയെങ്കിലും വരാൻ പോണതെന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും ഈ നിലപാടുമായി മുന്നോട്ട് പോകുമ്പോൾ ആരും പ്രതികരിക്കാനില്ലാത്ത ദുരവസ്ഥയിലേക്ക് നീങ്ങുമ്പോൾ പ്രതികരിച്ച് അടങ്ങൂ എന്ന് അവർ സാധ്യം പിടിക്കുമ്പോൾ നമുക്ക് ഇതേമാതിരി പ്രവൃത്തി ചെയ്യേണ്ടി വരും. കർഷക കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് B. ഷാജി അധ്യക്ഷനായി. ചിറ്റിലഞ്ചേരി സംഘം പ്രസിഡന്റ് കണ്ണൻ, ബ്ലോക്ക് സെക്രട്ടറി KC വിജയൻ, മേലാർകോട് പഞ്ചായത്ത് 9-ാം വാർഡ് മെമ്പർ ഷൈജു എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.